ഹായ് ഫ്രണ്ട്സ്, ഞാൻ തയ്യാർ ചെയ്യാൻ പോകുന്നത് കാടമുട്ട ഫ്രൈ റോസ്റ്റാണ്. എനിക്കൊരു ബോക്സിൽ ഒരു 12 മുട്ട ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് മുട്ടയെല്ലാം കലക്കാതെ തന്നെ ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ മുട്ടയും ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത ശേഷം തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് വളരെ ടേസ്റ്റിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്ക് ചോറിനോട് മാത്രമല്ല ചപ്പാത്തിയോടും അപ്പത്തിനോടൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അങ്ങനെ നമുക്ക് എല്ലാ മുട്ടയും ഇതുപോലെ പൊരിച്ചെടുത്ത ശേഷം ഒന്ന് മാറ്റി വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് ഈ മുട്ടയെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം 1/2 സ്പൂൺ വീതം പെരിഞ്ജീരകവും ജീരകവും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു 2-3 വറ്റൽമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എരിവ് കൂടുതലായി വേണമെങ്കിൽ നമുക്ക് വറ്റൽമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ഇനി നമുക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 2 വലിയ സവാളയാണ് ഞാനിപ്പോൾ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാളയിൽ വാടി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമുക്ക് ഈ കറി തയ്യാറാക്കേണ്ടത്. നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാളയിൽ വാടി വരുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. പുളിയില്ലാത്ത ഒരു തക്കാളിയാണ് ഞാനിപ്പോൾ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി വഴറ്റിയെടുക്കുക. തക്കാളിയെല്ലാം വെന്തുടയുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വളരെ ടേസ്റ്റിയും നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാർ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത്. സവാളയെല്ലാം ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ എണ്ണയിലിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം എല്ലാം കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂൺ സോയാ സോസാണ്. അതുകൂടി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സോയാ സോസ് ഒഴിക്കുമ്പോൾ നമുക്ക് കറിക്ക് ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുന്നതാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കറി അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊരിച്ച മുട്ടയാണ്. മുട്ടയെല്ലാം ഞാനിപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കി അരിയരുത്, ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വേണം അരിഞ്ഞെടുക്കാൻ. എങ്കിൽ മാത്രമേ മസാല നല്ലതുപോലെ അതിൽ പിടിക്കുകയുള്ളൂ. മുട്ടയിൽ മസാല പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം. ഇനി നമുക്ക് അടപ്പൊന്ന് മാറ്റിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നമ്മുടെ കടമുട്ട റോസ്റ്റൊക്കെ റെഡിയായിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.